ഹാപ്പിയാണ്. ദിവസമായിട്ട് വളരെ ഹാപ്പിയിലാണ്. ഇൻഷുറൻസ് ഒക്കെ വലിയ നമ്മുടെ പ്രൊപ്പോസൽ തന്നെയാണ്. നമ്മുടെ ഇൻഷുറൻസ് ഈ വരുന്ന അധ്യയന വർഷം തൊട്ടല്ല, ഈ വർഷം തന്നെ നമുക്ക് നടപ്പിലാക്കാൻ. ഇനിയിപ്പോൾ സമയം ഉണ്ടാകാൻ നോക്കുന്നില്ല. പാസ്സാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാസ്സാക്കി കഴിഞ്ഞാൽ പാസ്സാക്കുന്നതിനിപ്പോൾ പാസ്സാക്കുന്ന 2 ദിവസം പാസ്സാവും. എത്ര രൂപ വരെയാണ് പരിരക്ഷ? ഇപ്പോൾ പറഞ്ഞല്ലോ 3 ലക്ഷം രൂപ എന്തെങ്കിലും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ, ഗുരുതരമായ അപകടമാണെങ്കിൽ അത് 3 ലക്ഷം രൂപ. പിന്നെ OP ചികിത്സയ്ക്ക് നമ്മളിത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികളായിട്ട് കഴിഞ്ഞ 1 വർഷക്കാലം മറ്റ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങളെന്ന് അറിയിച്ചിരുന്നു മാത്രമേ ചർച്ച നടത്തി. പിന്നെ ഗവൺമെൻറ്റിലെ ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരുമായി ചർച്ച നടത്തി. ബാലഗോപാലിനെ പങ്കെടുപ്പിച്ച് ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സർക്കാർ എയ്ഡഡ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും അതെ 43 ലക്ഷം എന്ന് പറയുന്നത് എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിലാണ്. അൺഎയ്ഡഡ് കിട്ടും. പ്രതിപക്ഷം വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് ബജറ്റിനെതിരെ. പ്രതിപക്ഷ നേതാവ് ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു എന്നുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചാൽ പൂച്ചയെ പോലും പ്രസവിക്കാൻ ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ് പൂച്ചയെ പ്രസവിക്കുന്നതിന് ഇത്ര ആക്ഷേപിക്കാതിരിക്കുന്നു. ഇത്തരമുള്ള പ്രയോഗങ്ങളാണ് ഇയാളുടെ നിലവാരം ദിനം പ്രതി കാണുന്നത്. ഞാൻ പറയാം, ഇതൊരു ഏറ്റവും ജനങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി കേന്ദ്ര ഗവൺമെൻറ് ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ശമ്പളം മുടങ്ങിയിട്ടില്ല, പെൻഷൻ മുടങ്ങിയിട്ടില്ല, ദൈനംദിന കാര്യങ്ങൾ മുടങ്ങിയിട്ടില്ല, വികസന പ്രവർത്തനം മുടങ്ങിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തക പ്രിൻറ്റിങ്ങും ഉച്ചഭക്ഷണം അടക്കമുള്ള കാശ് പറ്റി തരാതിരുന്നിട്ട് പോലും അത് മുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യവും മുടങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിന് ആശയം ഉന്നയിക്കുന്നത്? 2 മണിക്കൂർ എടുത്തു. 2 അല്ല, 9, 10, 11, 3 മണിക്കൂർ എടുത്ത് ഈ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരുന്ന് അസ്വസ്ഥനാവുന്നു. പുറകോട്ട് തിരിയുന്നു, മുന്നോട്ട് തിരിയുന്നു, ഇടത്തോട്ട് തിരിയുന്നു, വലത്തോട്ട് തിരിഞ്ഞിരുന്നു, അസ്വസ്ഥനാവുന്നതായിട്ട് കണ്ടു. വേറെ ആരും പിന്നെ നന്നാവുന്ന അദ്ദേഹത്തിന് കണ്ടേ. ഞാൻ ചോദിച്ചിട്ട് പിന്നെ ഈ ഖജനാവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വേറൊന്നും ചെയ്യണ്ട, അദ്ദേഹം സഞ്ചരിക്കുന്ന കാറ് മാത്രം നോക്കിയാൽ ഇത് ഒരു ദിവസം പോലും പെട്രോൾ പിന്നെ അടിക്കാൻ ബുദ്ധിമില്ലാതെ ബുദ്ധിമുട്ടായില്ലല്ലോ. അദ്ദേഹത്തിന് TNDAക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനോ അദ്ദേഹത്തിൻ്റെ TNDAക്കോ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ, പൈസ ഇല്ലാത്തതിൻ്റെ പേര് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖജനാവ് കാര്യമാണെന്ന് പറഞ്ഞു. ഇതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഒരു മിനിറ്റെങ്കിലും പിന്നെ ട്രഷറി അടച്ചു കൂട്ടിയിട്ടുണ്ടോ? 1 മിനിറ്റെങ്കിലും. UDFിൻ്റെ കാലഘട്ടത്തിൽ എത്രയും പ്രാവശ്യം ട്രഷറി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളിത് അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പൂർണ്ണമായും ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കും. അതല്ലേ ഞാൻ പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ധൈര്യത്തിലൂടെ പറയാൻ വേണ്ടി കാരണം. അതേസമയത്ത് UDFിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് ഈ ബഡ്ജറ്റ് ഞങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ളത്, 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടേ തന്നെ KPCCയുടെയും UDFിൻ്റെയും യോഗം കൂടി മന്ത്രിമാരുടെ വകുപ്പ് ഉപയോഗിച്ച് ഓരോ മന്ത്രിമാർക്കും കൊടുത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു ഏകദേശം ധാരണയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് ആരംഭിച്ച് 1ാം പിണറായി ഗവൺമെൻറ്റിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും 2ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അതേ അനുഭവം തന്നെ ആയിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റ്, അതിൽ പറയുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ തന്നെ അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങ് അതിനുവേണ്ടി പോകുന്നുണ്ടാക്കണം എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി
4 പേര് ട്രെയിനിങ് നടത്തുകയാണ്. മുഖ്യമന്ത്രി ആവുന്നതിനുണ്ട് 4 പേർ ട്രെയിനിങ് നടത്തുന്നത്. ഇന്നിപ്പോൾ ഒരാൾ കൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. സുധാകരൻ, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാണ്. പിന്നെ പല KPCC പ്രസിഡന്റ് സുധാകരൻ. അപ്പോൾ ഇപ്പം 4-5 പേരായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ 4-5 പേര് ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഈ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പോകുന്നേയില്ല എന്നുള്ള കാര്യം നമ്മൾ പറയുന്നു. ഓരോ ദിവസം കഴിയുന്നതോടും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിച്ഛായ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരികയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ അദ്ദേഹം നോക്കാൻ സമയം കുറവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ കൊണ്ടെങ്കിലും സോഷ്യൽ മീഡിയ നോക്കി, മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലുകളും നോക്കും എന്തൊക്കെയാണ് തോന്നുന്നത്. ഞാനൊന്നും അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുള്ള സ്വീകരിക്കും. ഞാനാകെ പറഞ്ഞത് എന്താ, ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ രാഷ്ട്രീയ നിലപാട് പിന്നെ പറഞ്ഞു. ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരാളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയാൻ പാടില്ലെന്ന് എന്തിനായിരുന്നു? ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു, അത് സംസ്ഥാന വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. പോലീസിൻ്റെ ഉന്നത സംഘം കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്നു. അത് സെൻറ്റിമെൻ്റലായിട്ടുള്ള വികാരപരമായിട്ടുള്ള പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു എന്ന് പിന്നെ പത്രങ്ങളിലൊക്കെ വന്നവരെ ഒന്ന് കാര്യം എന്താണെന്നൊന്ന് അന്വേഷിക്കണം. എന്തിനാണ് പോറ്റ് ഇവിടെ വന്നത് മാഡം? എന്തിനാണ് ഈ പിന്നെ പോറ്റി എൻ്റെ അർത്ഥം നമ്മുടെ ആളുടെ എന്താ ഗോവർദ്ധനൻ ബെല്ലാരിയിലെ പിന്നെ കച്ചവടക്കാരൻ വന്നത്? അത് ബെല്ലാരിയിൽ MP ആയിരുന്നു പിന്നെ സോണിയാഗാന്ധി. അതേപോലെ തന്നെ മറ്റൊരു പിന്നെ കുറ്റവാളിയാണ് പിന്നെ പോറ്റി, പിന്നെ ഗോവർദ്ധനൻ, മുരാരി. അങ്ങനെ 2-3 പേര് വന്നല്ലോ. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചൂടെന്ന് മാത്രമേ ചോദിച്ചോളൂ. എന്തിനാണ് വന്നത് അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല എന്ന് വിചാരിച്ചിട്ട് വായിത്തോന്നിനെ മുഴുവൻ വിളിച്ചിട്ട് എനിക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഞാൻ പിൻവലിച്ചാൽ ഞാനും പിൻവലിക്കാന്ന് പിന്നെ പറഞ്ഞത് എന്താ ന്യായമുള്ളത്? അത്രേ പറഞ്ഞിട്ടുള്ളൂ. സംഘിക്കുട്ടി എന്ന് പറഞ്ഞത് കേരളത്തിലെ ചരിത്രം പിന്നെ നേതാക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം സംഘിക്കുട്ടി ആരാണെന്നുള്ളത്. ഞാൻ എക്കാലത്ത് RSSന് ഉണ്ടായിട്ട് ശക്തമായി ധീരമായി ഫൈറ്റ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ കുടുംബ വീട് ചെറുവയ്ക്കൽ 1 വർഷക്കാലം പോലീസ് വലയത്തിലായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു. അവിടെ അതിൽ മരിച്ചത് ഒരു RSS അനുഭാവികൾ. അങ്ങനെ പിന്നെ നിരവധി സംഭവങ്ങൾ RSSനെതിരായിട്ട് പിന്നെ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. എല്ലാ രംഗത്തും കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് നമ്മുടെ നിലപാട് അങ്ങനെ തന്നെ. ശ്രീ സതീശ അങ്ങനെയാണോ? അങ്ങനെയാണ് അങ്ങ് അത്രമാത്രം വാശിയിൽ RSSനെതിരായിട്ടും BJPക്കെതിരായിട്ടും ഫൈറ്റിലാണെന്ന് സ്വയം വിശേഷിപ്പിക്കും. നാട്ടുകാരോട് പറയണമല്ലോ ഇയാൾ RSSനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. സ്വയം വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഞാൻ വിനയത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി BJPയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന് പറയുന്നത് നേമത്താണ്. BJPയുടെ അക്കൗണ്ട് തുറന്നത് ഇപ്പോഴും നേമമാണ്. അവിടെ 1ാമത്തെ A ഗ്രേഡ് ആയിട്ട് കാണുന്നത് നേമമാണ്. അദ്ദേഹം നേമത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചത് ഏറ്റവും അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ BJPക്കെതിരായിട്ടുള്ള RSSനെതിരായിട്ടുള്ള പിന്നെ ഫൈറ്റ് വളരെ ശക്തമായി തുടരുകയാണെന്ന് ആ നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ്. അദ്ദേഹം നേമത്ത് വന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വെല്ലുവിളിയൊന്നുമല്ല, അപേക്ഷയാണ്. കാരണം എനിക്കും BJPയുടെ തോൽപ്പിച്ച് കാണണമെന്ന് നല്ല ആഗ്രഹം ഉള്ളതെന്നാണ് ഞാൻ പറയുന്നത്. സോണിയാഗാന്ധി